നമസ്കാരം. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തുന്ന വികസന വേദിയിൽ വിജയ കേരളം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ കോഴിക്കോട് ജില്ലയിലെ കോഴിക്കോട് സൗത്ത്, കുറ്റ്യാടി എന്നീ മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ പരിചയപ്പെടാം. മലബാറിന്റെ വാണിജ്യ സാംസ്കാരിക തലസ്ഥാനമായ കോഴിക്കോട് നഗരത്തിന്റെ ഹൃദയഭാഗം ഉൾക്കൊള്ളുന്ന കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലം, കോഴിക്കോട് കോർപ്പറേഷന്റെ പ്രധാന വാർഡുകൾ ഉൾപ്പെടുന്ന ഈ നഗരമണ്ഡലം സംസ്ഥാനത്തിന്റെ വികസന യാത്രയിൽ എന്നും നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടുന്ന നഗരത്തിന് ആശ്വാസം നൽകുന്ന പുതിയ റോഡുകളും പാലങ്ങളും, നഗര സൗന്ദര്യവൽക്കരണത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഊന്നൽ നൽകുന്ന പദ്ധതികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നവീകരണം, ആരോഗ്യ സേവന രംഗത്തെ മുന്നേറ്റങ്ങൾ, ഇങ്ങനെ വലിയൊരു വികസന പ്രവർത്തനത്തിനാണ് കോഴിക്കോട് സൗത്ത് സാക്ഷ്യം വഹിക്കുന്നത്. കിഫ്ബിയുടെ സാമ്പത്തിക പിന്തുണയോടെ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് ഇവിടെ യാഥാർത്ഥ്യമാകുന്നതും പരിഗണനയിലുള്ളതും. ദൃശ്യങ്ങൾക്ക് പരിമിതികളുണ്ട്. അതിനാൽ ഈ പദ്ധതിയുടെ പ്രാധാന്യവും അവ ജനജീവിതത്തിൽ എങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുവെന്നും നമുക്ക് വാക്കുകളിലൂടെ കൂടുതൽ വിശദമായി മനസ്സിലാക്കാൻ ശ്രമിക്കാം. നവകേരള നിർമ്മിതി ലക്ഷ്യം വെച്ച് നമ്മുടെ നാടിൻ്റെ പശ്ചാത്തല വികസനം, സ്കൂളുകളുടെ നവീകരണം, ആശുപത്രികളുടെ നവീകരണം തുടങ്ങി കേരളത്തിൻ്റെ സർവ്വതല സ്പർശിയായ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ രൂപം നൽകിയ കിഫ്ബി പദ്ധതിയുടെ 25ാം വാർഷികം ആഘോഷിക്കപ്പെടുന്ന ഈ സമയത്ത് എൻ്റെ നിയോജക മണ്ഡലമായ കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള ചില വികസന പ്രവർത്തനങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നാടിൻ്റെ നീണ്ടകാല ആവശ്യമായിരുന്ന പുതിയ പാലത്തെ വലിയ പാലം 56 കോടി രൂപ ചെലവഴിച്ച് സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയാക്കി പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. അരയെടുത്ത് പാലം കാരന്തൂർ റോഡിൻ്റെ പ്രവൃത്തി ഉടൻ തന്നെ ആരംഭിക്കാൻ സാധിക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായിട്ടുണ്ട്. തീരദേശ ഹൈവേ സ്ഥലമേറ്റെടുപ്പിനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. കോഴിക്കോട് ജില്ലാ രജിസ്ട്രേഷൻ കോംപ്ലക്സിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ച് ഉദ്ഘാടനം കഴിഞ്ഞു. കോഴിക്കോട്ടെ പ്രധാനപ്പെട്ട ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ കെട്ടിടം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്തു. ഗവൺമെൻറ് അച്യുതൻ ഗേൾസ് സ്കൂൾ ചാലപ്പുറം 3 കോടിയുടെ പ്രവർത്തനം പൂർത്തീകരിച്ചു. GVHSS പയ്യാനക്കൽ 3 കോടി രൂപ ഉപയോഗിച്ച് കെട്ടിട നിർമ്മാണം പൂർത്തിയായി. GVHSS ചാലപ്പുറം 3.90 കോടിയുടെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ചാലപ്പുറം 3.90 കോടി രൂപയുടെ പ്രവൃത്തി ഉടൻ ആരംഭിക്കും. ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ 3 കോടി രൂപയുടെ പദ്ധതി പ്ലാൻ തയ്യാറായി വരുന്നു. GUPS പൊക്കുന്ന് 1 കോടി രൂപയുടെ പ്രവൃത്തി ഉടൻ ആരംഭിക്കും. കിണാശ്ശേരി GVHSS 1 കോടി രൂപയുടെ പ്രവൃത്തി ഉടൻ ആരംഭിക്കും. കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതികളാണ് വിദ്യാഭ്യാസ രംഗത്ത് കിഫ്ബിയിലൂടെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. കേരള ഗവൺമെൻറ്റിൻ്റെ ഈ പദ്ധതി കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ 8 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണ നേട്ടമായി നമുക്ക് ഈ കിഫ്ബി പദ്ധതിയെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. എല്ലാ പ്രചണ്ഡമായ കള്ളപ്രചാരവേലകളെയും അതിജീവിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സംസ്ഥാനത്തോടുള്ള വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കുന്ന തീരുമാനങ്ങളെയും മറികടന്നുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ഈ പദ്ധതിയിലൂടെ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ പശ്ചാത്തല സൗകര്യങ്ങൾ വിപുലപ്പെടുത്തി വിദ്യാഭ്യാസ രംഗത്തെ തന്നെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ സാധിച്ചു എന്നത് ഈ ഗവൺമെൻറ്റിനെ വലിയ നേട്ടമായി എടുത്തു പറയാൻ സാധിക്കുന്നതാണ്. തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും എല്ലാ ജനവിഭാഗങ്ങളുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. കോഴിക്കോട് സൗത്ത് പോലുള്ള ഒരു നഗരഹൃദയത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളിയും ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യവും സുഗമമായ ഗതാഗത സൗകര്യമാണ്. നഗരത്തിൻ്റെ വളർച്ചയ്ക്കും ദൈനംദിന ജീവിതത്തിൻ്റെ സുഗമമായ ഒഴുക്കിനും ഇത് അത്യന്താപേക്ഷിതമാണ്. ഈ ലക്ഷ്യം മുൻനിർത്തി കിഫ്ബി ധനസഹായത്തോടെ കേരള റോഡ് ഫണ്ട് ബോർഡ് വഴി നിരവധി വലിയ പദ്ധതികളാണ് ഇവിടെ നടപ്പാക്കുന്നതും ആസൂത്രണം ചെയ്യുന്നതും.
പ്രധാനപ്പെട്ട നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് വലിയ ആശ്വാസം നൽകുന്ന ഒരു പദ്ധതിയാണ് പുതിയ പാലത്ത് കനോലി കനാലിന് കുറുകെയുള്ള വലിയ പാലത്തിന്റെ നിർമ്മാണം. 59 കോടിയിലധികം രൂപ അടങ്കലുള്ള ഈ ബൃഹത് പദ്ധതിയുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഇതിനകം 29 കോടിയിലധികം രൂപയുടെ പ്രവൃത്തികൾ പൂർത്തിയായി കഴിഞ്ഞുവെന്നത് പദ്ധതിയുടെ വേഗത വ്യക്തമാക്കുന്നു. ഈ പാലം യാഥാർത്ഥ്യമാകുന്നതോടെ പുതിയ പാലം കല്ലായി ഭാഗങ്ങളിലെ ഗതാഗതം സുഗമമാകും. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളെ ഇത് കൂടുതൽ എളുപ്പത്തിൽ ബന്ധിപ്പിക്കും. മറ്റൊരു അതിപ്രധാനമായ റോഡ് വികസന പദ്ധതിയാണ് അരയിടത്തും പാലം മുതൽ കാരന്തൂർ വരെയുള്ള റോഡിന്റെ നവീകരണം. നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ പാതകളിലൊന്നായ ഈ റോഡ് അന്താരാഷ്ട്ര നിലവാരത്തിൽ നവീകരിക്കുന്നത് കോഴിക്കോടിന്റെ ഗതാഗത ഭൂപടത്തിൽ ഒരു നാഴികക്കല്ലായിരിക്കും. ഇവ കൂടാതെ കോവൂർ, ചൊന്നംതോടിത്താഴം, അത്താണി റോഡ്, മാത്തറ, പാളാഴി, കുറ്റിക്കാട്ടൂർ റോഡ്, പാളയം, പുഷ്പ നഗർ നവീകരണം എന്നീ പദ്ധതികളും സർക്കാരിന്റെ സജീവ പരിഗണനയിലുണ്ട്. ഇവയ്ക്ക് അംഗീകാരം ലഭിച്ച് നിർമ്മാണം ആരംഭിക്കുന്നതോടെ നഗരത്തിലെ മറ്റ് പ്രധാന ഭാഗങ്ങളിലെയും ഗതാഗതം മെച്ചപ്പെടും. തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ട് തീരദേശ ഹൈവേയുടെ ഭാഗമായ ഫ്രാൻസിസ് റോഡ് ജംഗ്ഷൻ മുതൽ പുതിയപ്പ വരെയുള്ള ലിങ്ക് റോഡും സർക്കാരിന്റെ പരിഗണനയിലാണ്. ഈ ഗതാഗത പദ്ധതികളെല്ലാം പൂർണ്ണമാകുമ്പോൾ കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിലെ യാത്ര കൂടുതൽ വേഗതമേറിയതും സുരക്ഷിതവുമാവും. നഗരജീവിതം കൂടുതൽ സുഖകരമാകും. വെറും റോഡുകളും പാലങ്ങളും മാത്രമല്ല, ഒരു നഗരത്തിന്റെ മുഖച്ഛായ മെച്ചപ്പെടുത്തുന്നതിനും പൗരന്മാർക്ക് മികച്ച സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനും സർക്കാർ ഊന്നൽ നൽകുന്നുണ്ട്. കോഴിക്കോട് കോർപ്പറേഷന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾ ഇതിന്റെ ഭാഗമാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള ഇംപാക്ട് കേരള എന്ന ഏജൻസി വഴി 2 പ്രധാന പദ്ധതികളാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ നടപ്പാക്കുന്നത്. ഒന്ന്, ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയിലേക്കും കോഴിക്കോട് കോർപ്പറേഷനുമായി ആസ്തി വികസനത്തിനായി 41 കോടിയിലധികം രൂപയുടെ പദ്ധതി. ഇതിന് ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട്. 2, കോഴിക്കോട് നഗരത്തിന്റെ നവീകരണത്തിനും സൗന്ദര്യവൽക്കരണത്തിനുമായി 3.2 കോടി രൂപയുടെ പദ്ധതി. ഇതിൽ 1.25 കോടി രൂപയുടെ പ്രവൃത്തികൾ ഇതിനകം നടന്നു കഴിഞ്ഞു. പാർക്കുകളുടെ നവീകരണം, നടപ്പാതകൾ മനോഹരമാക്കൽ, തെരുവു വിളക്കുകൾ സ്ഥാപിക്കൽ, പൊതു ഇടങ്ങൾ ആകർഷകമാക്കാൻ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഇതിന്റെ ഭാഗമായി നടക്കും. ഇത് നഗരവാസികൾക്ക് കൂടുതൽ ആഹ്ലാദകരമായ ഒരു അന്തരീക്ഷം നൽകുന്നതിനൊപ്പം വിനോദസഞ്ചാരികളെ ആകർഷിക്കാനും സഹായിക്കും. ഭരണപരമായ സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി രജിസ്ട്രേഷൻ വകുപ്പിന്റെ കീഴിൽ വെസ്റ്റ് ഹില്ലിൽ പുതിയ സബ് രജിസ്ട്രാർ ഓഫീസും കോഴിക്കോട് ഒരു രജിസ്ട്രേഷൻ കോംപ്ലക്സും നിർമ്മിക്കുന്നതിനുള്ള പദ്ധതി പുരോഗമിക്കുന്നു. കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ നിർമ്മിക്കുന്ന ഈ ക്ലസ്റ്റർ പദ്ധതിക്ക് 10 കോടിയിലധികം രൂപയാണ് അടങ്കൽ. ഇതിൽ 7 കോടിയിലധികം രൂപയുടെ പ്രവൃത്തികൾ പൂർത്തിയായിട്ടുണ്ട്. പുതിയ കെട്ടിടങ്ങൾ വരുന്നതോടെ പൊതുജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമായി രജിസ്ട്രേഷൻ സംബന്ധമായ കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കും. വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിലേക്ക് കേരളം മാറുമ്പോൾ വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങളുടെ പങ്ക് വളരെ വലുതാണ്. കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ഗവേഷണ കേന്ദ്രങ്ങളെയും ശക്തിപ്പെടുത്താൻ വിവിധ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. പൊതുവിദ്യാഭ്യാസ രംഗത്ത് സ്കൂളുകളുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനായി കിഫ്ബി ധനസഹായത്തോടെ നിരവധി ക്ലസ്റ്റർ പദ്ധതികൾ നടപ്പിലാക്കുന്നു. വിവിധ പദ്ധതികളിലായി കോടിക്കണക്കിന് രൂപയാണ് സ്കൂളുകൾക്കായി ചെലവഴിക്കുന്നത്. ഈ പദ്ധതികളെല്ലാം കൂടി ഇതിനകം വലിയ തുകയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ഹൈടെക് ക്ലാസ് മുറികൾ, ലാബുകൾ, ലൈബ്രറികൾ തുടങ്ങിയ സൗകര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് മികച്ച പഠനാന്തരീക്ഷം ഉറപ്പാക്കുന്നു. വിദ്യാഭ്യാസ രംഗത്ത് കോഴിക്കോട്, വയനാട് ജില്ലകളിലെ എഞ്ചിനീയറിംഗ് കോളേജുകൾക്കായി കേരള സ്റ്റേറ്റ് IT ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് വഴി 20 കോടി രൂപയുടെ പദ്ധതിക്കും വയനാട് കോഴിക്കോട് ക്ലസ്റ്റർ ഫേസ് 4-ൽ കിറ്റ്കോ വഴി 3.3 കോടിയുടെ പദ്ധതിക്കും ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട്. കിറ്റ്കോയുടെ പദ്ധതിയിൽ 1.9 കോടിയുടെ പ്രവൃത്തികൾ നടന്നു.
ഗവേഷണ രംഗത്ത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമിട്ടുള്ള ഗവേഷണ സ്ഥാപനമായ സെന്റർ ഫോർ റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ സോഷ്യൽ ട്രാൻസ്ഫോർമേഷന് കോഴിക്കോട് സൈബർ പാർക്കിൽ സ്വന്തമായി ക്യാമ്പസ് നിർമ്മിക്കുന്ന പദ്ധതിയും പുരോഗമിക്കുന്നു. ഇൻകെൽ ലിമിറ്റഡിന്റെ മേൽനോട്ടത്തിൽ അക്കാദമിക് ബ്ലോക്കിന്റെ നിർമ്മാണത്തിനായി 16 കോടി രൂപയുടെ പദ്ധതിക്കാണ് അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. ഇത് ക്രിസ്റ്റിന്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജം പകരും. എല്ലാ പൗരന്മാർക്കും മെച്ചപ്പെട്ട ആരോഗ്യ പരിരക്ഷയും യുവജനങ്ങൾക്ക് മികച്ച തൊഴിൽ സാധ്യതകളും ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെ കടമയാണ്. അതിന്റെ ഭാഗമായുള്ള പദ്ധതികൾ കോഴിക്കോട് സൗത്തിലും നടപ്പിലാക്കുന്നു. സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലും നടപ്പാക്കുന്ന 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡ് നിർമ്മാണ പദ്ധതിയുടെ പ്രയോജനം കോഴിക്കോട് സൗത്തിലെ ആരോഗ്യ കേന്ദ്രങ്ങൾക്കും ലഭിക്കും. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനാണ് 236 കോടിയുടെ ഈ സംസ്ഥാനതല പദ്ധതി നടപ്പിലാക്കുന്നത്. ഇത് പകർച്ചവ്യാധികൾ പോലുള്ള അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ പ്രാദേശിക ആരോഗ്യ സംവിധാനത്തെ സജ്ജമാക്കും. യുവജനങ്ങളുടെ തൊഴിൽ നൈപുണ്യം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ നടപ്പിലാക്കുന്ന വർക്ക് നിയർ ഹോം പദ്ധതിയും കോഴിക്കോട് സൗത്തിലെ യുവജനങ്ങൾക്കും പ്രയോജനപ്പെടും. പുതിയ കാലത്തെ തൊഴിലുകൾക്ക് അനുയോജ്യമായ പരിശീലനം നൽകി അവരെ സ്വയം പര്യാപ്തരാക്കുകയാണ് ലക്ഷ്യം. ഭാവിയിലേക്ക് നോക്കുമ്പോൾ കോഴിക്കോട് നഗരത്തിന് പുതിയ മുഖം നൽകാൻ സാധ്യതയുള്ള കോഴിക്കോട് കനാൽ സിറ്റി പ്രൊജക്ട് കേരള വാട്ടർവേസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന്റെ പരിഗണനയിലുണ്ട്. കനോലി കനാൽ നവീകരിച്ച് ജലഗതാഗതത്തിനും വിനോദസഞ്ചാരത്തിനും ഉപയോഗപ്പെടുത്തുന്ന ഈ പദ്ധതി യാഥാർത്ഥ്യമായാൽ അത് നഗരവികസനത്തിൽ ഒരു പുതിയ അധ്യായമാകും. സ്പന്ദിക്കുന്ന ഒരു നഗരത്തിന്റെ വളർച്ചയുടെ നേർചിത്രമാണ് നമുക്ക് മുന്നിൽ തെളിയുന്നത്. വെറും കോൺക്രീറ്റ് കെട്ടിടങ്ങളല്ല, മറിച്ച് ജനങ്ങളുടെ ജീവിതത്തെ നേരിട്ട് സ്പർശിക്കുന്ന, അവരുടെ നാളെയെ കൂടുതൽ ശോഭനമാക്കുന്ന വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഗതാഗത കുരുക്കഴിക്കുന്ന പുതിയ പാലങ്ങളും റോഡുകളും, നഗരത്തിന് പുതിയ മുഖം നൽകുന്ന സൗന്ദര്യവൽക്കരണ പദ്ധതികളും, സർക്കാർ സേവനങ്ങൾ എളുപ്പമാക്കുന്ന പുതിയ ഓഫീസ് കെട്ടിടങ്ങളും, അറിവിൻ്റെ ഗവേഷണത്തിൻ്റെയും കേന്ദ്രങ്ങളായി മാറുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും, ഏവർക്കും മെച്ചപ്പെട്ട ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതികളും, യുവജനങ്ങൾക്ക് തൊഴിൽ നൽകുന്ന നൈപുണ്യ വികസന സംരംഭങ്ങളും, ഇവയെല്ലാം ചേർന്നാണ് കോഴിക്കോട് സൗത്തിൻ്റെ പുതിയ വികസന ഗാഥ രചിക്കുന്നത്. 100 കണക്കിന് കോടി രൂപയുടെ നിക്ഷേപമാണ് കിഫ്ബിയിലൂടെയും മറ്റ് സർക്കാർ ഏജൻസികളിലൂടെയും ഈ നഗരമണ്ഡലത്തിലേക്ക് എത്തുന്നത്. പല പദ്ധതികളും നിർമ്മാണത്തിൻ്റെ പാതി വഴി പിന്നിട്ടു. ചിലത് പൂർത്തിയായി, മറ്റു ചിലത് തുടങ്ങാൻ തയ്യാറെടുക്കുന്നു. ഇവയെല്ലാം പൂർണ്ണമാകുമ്പോൾ കോഴിക്കോട് സൗത്ത് ജീവിക്കാൻ കൂടുതൽ മികച്ച, കൂടുതൽ സൗകര്യങ്ങളുള്ള, കൂടുതൽ സുരക്ഷിതമായ ഒരു നഗരമായി മാറും. ഈ വികസന പ്രവർത്തനങ്ങൾ നൽകുന്ന ഊർജം കോഴിക്കോട് സൗത്തിൻ്റെ ഭാവിക്ക് കൂടുതൽ തിളക്കമേകും എന്നതിൽ സംശയമില്ല. കോഴിക്കോട് ജില്ലയുടെ വടക്കൻ മലയോര മേഖലയുടെ ഹൃദയഭൂമിയായ കാർഷിക സംസ്കൃതിയും പ്രകൃതി രമണീയതയും കൈമുതലായുള്ള കുറ്റ്യാടി നിയോജക മണ്ഡലം. കാർഷിക വിളകൾക്കും തെങ്ങ് കൃഷിക്കും പേരുകേട്ട ഈ നാട് ഇന്ന് അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് വലിയൊരു മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. 2008 മണ്ഡല പുനർനിർണയത്തിന് മുൻപ് പഴയ മേപ്പയ്യൂർ നിയോജക മണ്ഡലത്തിൻ്റെ ഭാഗമായിരുന്ന 8 തദ്ദേശ സ്ഥാപനങ്ങളിൽ 7 ഇന്ന് കുറ്റ്യാടി മണ്ഡലത്തിൻ്റെ ഭാഗമാണ്. വടകര താലൂക്കിൽ ഉൾപ്പെടുന്ന ആയഞ്ചേരി, കുന്നുമ്മൽ, കുറ്റ്യാടി, പുറമേരി, മണിയൂർ, തിരുവള്ളൂർ, വേളം, വല്യാപ്പള്ളി എന്നീ 8 ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നതാണ് ഇന്നത്തെ കുറ്റ്യാടി നിയോജക മണ്ഡലം. ഈ പഞ്ചായത്തുകളിലെല്ലാം ഗതാഗത കുരുക്കിന് പരിഹാരം കാണുന്ന പുതിയ ബൈപ്പാസുകളും നവീകരിച്ച റോഡുകളും, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ആധുനിക മുഖം നൽകുന്ന പദ്ധതികൾ, കുടിവെള്ള സൗകര്യം മെച്ചപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ, ആരോഗ്യ കായിക സേവന മേഖലകളിലെ മുന്നേറ്റങ്ങൾ, ഇങ്ങനെ സമഗ്രമായ ഒരു വികസന കാഴ്ചയാണ് ഒരുങ്ങുന്നത്. കിഫ്ബിയുടെ സാമ്പത്തിക പിന്തുണയോടെ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് ഇവിടെ യാഥാർത്ഥ്യമാകുന്നതും പരിഗണനയിലുള്ളതും. കേരളത്തിൻ്റെ പശ്ചാത്തല വികസന ചരിത്രത്തിൽ ഉജ്ജ്വലമായ പങ്കുവഹിച്ച ഒരു സ്ഥാപനമാണ് കിഫ്ബി. കിഫ്ബി 25 വർഷം പൂർത്തീകരിക്കുന്നു എന്നറിയുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. കിഫ്ബി രൂപീകരിച്ചിട്ട് 25 വർഷമായിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ പ്രവർത്തനക്ഷമമായത് 2016 ഒന്നാം പിണറായി സർക്കാർ മുതൽ മാത്രമാണ് എന്ന് കാണാൻ കഴിയും. കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന വികസന പ്രവർത്തനങ്ങളാണ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർവഹിച്ചിട്ടുള്ളത് എന്ന് കാണാം. വളരെ പിന്നണിയിൽ കിടക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ് കുറ്റ്യാടി. കുറ്റ്യാടി നിയോജക മണ്ഡലത്തിൽ 2 ഹയർ സെക്കൻഡറി സ്കൂളുകളാണ് ഉള്ളത്. കുറ്റ്യാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറിയും മണിയൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളും.
കാറ്റടിച്ചാൽ പാറിപ്പോകുന്ന തരത്തിലുള്ള കെട്ടിടങ്ങളായിരുന്നു ഈ രണ്ട് സ്ഥാപനങ്ങളിലും ഉണ്ടായിരുന്നത്. കിഫ്ബിയുടെ പ്രവർത്തനം സജീവമായി വന്നതോടുകൂടി 2017-18 5 കോടി ഉറുപ്പിക വീതം രണ്ട് സ്ഥാപനങ്ങൾക്കും അനുവദിക്കുകയുണ്ടായി. കുറ്റ്യാടിക്ക് 5 കോടിയും മണിയൂറിന് 3 കോടിയുമാണ് ലഭിച്ചിരുന്നത്. രണ്ട് വിദ്യാലയങ്ങളിലും ഏറ്റവും നല്ല കെട്ടിടങ്ങൾ നിർമ്മാണം പൂർത്തീകരിച്ച് വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സഹായകരമായി മാറിയിട്ടുണ്ട്. ഇതുകൂടാതെ ഇപ്പോൾ കുറ്റ്യാടിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റാണ് കുറ്റ്യാടി ബൈപ്പാസ്. 5 റോഡുകൾ വന്നു ചേരുന്ന കുറ്റ്യാടി വാഹനക്കുരുക്ക് കൊണ്ട് ശ്വാസം മുട്ടുകയാണ്. ഇപ്പോൾ ആ ബൈപ്പാസിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. 39.4 കോടി ഉറുപ്പികയാണ് ഇതിന് മൊത്തം കിഫ്ബിയിൽ നിന്നും അനുവദിച്ചിട്ടുള്ളത്. ഇതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രോജക്റ്റാണ് വടകരയിൽ നിന്നും വയനാടിലേക്ക് മാനന്തവാടിയിലേക്ക് എളുപ്പത്തിൽ എത്താൻ കഴിയുന്ന വഴിയാണ് കുറ്റ്യാടി വടകര വില്യാപ്പള്ളി ചേലക്കാട് റോഡ്. ആ റോഡിന് 79 കോടി ഉറുപ്പികയാണ് കിഫ്ബിയിൽ നിന്നും അനുവദിച്ചത്. ഇപ്പോൾ ആ പ്രവർത്തനം ടെൻഡർ നടപടികളിലാണ്. കുറ്റ്യാടി മണ്ഡലത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രവൃത്തിയാണ് കുട്ടോ തട്ടക്കുണ്ട് കടവ് റോഡ്. 58 കോടി ഉറുപ്പിക ചെലവ് പ്രതീക്ഷിക്കുന്ന പ്രസ്തുത പരിപാടിക്ക് ലാൻഡ് അക്വിസിഷൻ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പുരോഗമിച്ച് വരികയാണ്. ഇങ്ങനെ മണ്ഡലത്തിൻ്റെ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും വലിയ പങ്കാണ് കിഫ്ബി നിർവഹിച്ചിട്ടുള്ളത് എന്നത് പ്രത്യേകം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മണ്ഡലത്തിൽ നേരിട്ട് ബന്ധപ്പെട്ടതല്ലെങ്കിലും നാഷണൽ ഹൈവേ ആയാലും മലയോര ഹൈവേ ആയാലും തീരദേശ ഹൈവേ ആയാലും ആസ്പത്രികളും അതുപോലെ തന്നെ വ്യവസായ കേന്ദ്രങ്ങളും എല്ലാം തന്നെ കിഫ്ബി ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നല്ല രൂപത്തിൽ വികസിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഇങ്ങനെ ഭാവി കേരളത്തിൽ 25 വർഷം കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നതാണ് എടുത്തു പറയേണ്ട നേട്ടം. ദൗർഭാഗ്യകരെന്ന് പറയട്ടെ, അനാവശ്യമായ വിവാദങ്ങളും ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയർത്തിക്കൊണ്ട് കിഫ്ബി സംവിധാനത്തെ ക്ഷീണിപ്പിക്കാനും പുറകോട്ടടിപ്പിക്കാനും വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്ത് പരിശ്രമം ഉണ്ടാകുമ്പോൾ മറ്റൊരു ഭാഗത്ത് അനാവശ്യമായ വിവാദമുണ്ടാക്കാൻ വേണ്ടി കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികളും ശ്രമിക്കുന്ന ഗൗരവതരമായ ഒരു സ്ഥിതിവിശേഷം നമുക്ക് കാണാൻ കഴിയും. എന്നാൽ കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും കിഫ്ബിയുടെ സാന്നിധ്യവും കിഫ്ബിയുടെ വഴി ഉണ്ടായ വികസന പ്രവർത്തനങ്ങളും നമുക്ക് നല്ല നിലയിൽ കാണാൻ കഴിയുകയും ചെയ്യും. ഈ വസ്തുത മുഴുവനും അവർ മറച്ചു പിടിക്കുമ്പോഴും ജനങ്ങൾ ഇതെല്ലാം തന്നെ നേരിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് ഇനിയും ശക്തമായ രൂപത്തിൽ കിഫ്ബി മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇനിയും ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ തുടങ്ങിയവ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഇനിയും ഒരുപാട് പുതിയ പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് 25 വർഷം പൂർത്തിയാക്കുന്ന കിഫ്ബി കഴിഞ്ഞകാല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ശക്തിപ്പെടുത്തി കേരളത്തിലെ ഒരു പുതിയ വികസന രംഗത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഇനിയും തുടരേണ്ടതുണ്ട്. കിഫ്ബിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. കുറ്റ്യാടി പട്ടണത്തിലും മണ്ഡലത്തിലെ മറ്റ് പ്രധാന റോഡുകളിലും അനുഭവിച്ചിരുന്ന യാത്രാ ക്ലേശങ്ങൾക്ക് പരിഹാരം കാണുക എന്നത് ജനങ്ങളുടെ ദീർഘകാലമായുള്ള ആവശ്യമായിരുന്നു. ആ ആവശ്യങ്ങൾക്ക് ചെവി കൊടുത്തുകൊണ്ട് കിഫ്ബിയുടെ പിന്തുണയോടെ വലിയ പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ ഇവിടെ നടപ്പിലാക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റ്യാടിയിലെ ജനങ്ങളുടെ ചിരകാല സ്വപ്നമായ കുറ്റ്യാടി ബൈപ്പാസ് നിർമ്മാണം പുരോഗമിക്കുകയാണ്. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് കേരളയുടെ മേൽനോട്ടത്തിൽ ഏകദേശം 39 കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിക്കുന്ന ഈ ബൈപ്പാസ് യാഥാർത്ഥ്യമാകുന്നതോടെ കുറ്റ്യാടി ടൗണിലെ ഗതാഗത കുരുക്കിന് വലിയൊരളവിൽ പരിഹാരമാകും. ഇതിനകം 13 കോടിയിലധികം രൂപയുടെ പ്രവൃത്തികൾ പൂർത്തിയായി എന്നത് പദ്ധതിയുടെ പുരോഗതി വ്യക്തമാക്കുന്നു. ദീർഘദൂര യാത്രക്കാർക്ക് ടൗണിൽ കയറാതെ എളുപ്പത്തിൽ കടന്നു പോകാനും ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളിലേക്കും മറ്റും എത്തുന്നവർക്ക് സുഗമമായി സഞ്ചരിക്കാനും ഇത് വഴിയൊരുക്കും. സമയലാഭത്തിനൊപ്പം അപകടങ്ങൾ കുറയ്ക്കാനും ഇത് സഹായിക്കും. കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രധാന റോഡുകളും നവീകരിക്കപ്പെടുന്നു. വടകര വില്യാപ്പള്ളി ചേലക്കാട് റോഡിന്റെ ഏകദേശം 16 കിലോമീറ്റർ ദൂരം മെച്ചപ്പെടുത്തുന്നതിനായി 77 കോടിയിലധികം രൂപയുടെ ഒരു വലിയ പദ്ധതിക്ക് സർക്കാർ ഭരണാനുമതി നൽകിയിട്ടുണ്ട്. അതുപോലെ കുറ്റിയോട് ആറ്റക്കുണ്ടുതാഴം റോഡിന്റെ 11 കിലോമീറ്ററിലധികം ദൂരം നവീകരിക്കുന്നതിനുള്ള
12.6 കോടി രൂപയുടെ പദ്ധതിയും പുരോഗമിക്കുകയാണ്. ഇതിൽ 2.3 കോടി രൂപയുടെ പ്രവൃത്തികൾ ഇതിനകം നടന്നു കഴിഞ്ഞു. ഈ റോഡുകളെല്ലാം മികച്ച നിലവാരത്തിൽ ടാർ ചെയ്ത് നവീകരിക്കുന്നത് മലയോര ഗ്രാമങ്ങളിലേക്കുള്ള യാത്ര സുഗമമാക്കും. കാർഷിക ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുന്നത് എളുപ്പമാക്കും. നാടിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഇത് അനിവാര്യമാണ്. പുതിയ തലമുറയ്ക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുക എന്നത് ഒരു നാടിൻ്റെ ഭാവിക്കുള്ള ഏറ്റവും വലിയ നിക്ഷേപമാണ്. കുറ്റ്യാടി നിയോജക മണ്ഡലത്തിലെ പൊതുവിദ്യാലയങ്ങൾ ഇന്ന് വലിയ മാറ്റത്തിൻ്റെ പാതയിലാണ്. സംസ്ഥാന സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി കിഫ്ബി ധനസഹായത്തോടെ നടപ്പാക്കുന്ന വിവിധ ക്ലസ്റ്റർ പദ്ധതികളിലൂടെ സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ അത്ഭുതകരമായി മെച്ചപ്പെടുകയാണ്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ, വാപ്കോസ്, ഇൻകൽ തുടങ്ങിയ ഏജൻസികളുടെ മേൽനോട്ടത്തിലാണ് ഈ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. കോഴിക്കോട് ക്ലസ്റ്റർ 15, കോഴിക്കോട് വയനാട് ക്ലസ്റ്റർ ഫേസ് 2, കോഴിക്കോട് ഫേസ് 3, ക്ലസ്റ്റർ 2 എന്നിങ്ങനെ നിരവധി പദ്ധതികളിലായി കോടിക്കണക്കിന് രൂപയാണ് കുറ്റ്യാടി മണ്ഡലത്തിലെ സ്കൂളുകൾ ഉൾപ്പെടുന്ന ക്ലസ്റ്ററുകളായി അനുവദിച്ചിരിക്കുന്നത്. ഈ പദ്ധതികളിലെല്ലാം കൂടി ഇതിനകം വലിയ തുകയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. പഴയതും ജീർണിച്ചതുമായ കെട്ടിടങ്ങൾക്ക് പകരം പുതിയതും ആകർഷകവുമായ സുരക്ഷിതവുമായ ക്ലാസ് മുറികൾ, ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പഠനം രസകരമാക്കുന്ന ഹൈടെക് സൗകര്യങ്ങൾ, ശാസ്ത്ര പരീക്ഷണങ്ങൾ ചെയ്യാൻ മികച്ച ലാബുകൾ, പുസ്തകങ്ങളുടെ ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ലൈബ്രറികൾ, വൃത്തിയുള്ള ടോയ്ലറ്റുകൾ, ശുദ്ധമായ കുടിവെള്ളം, ഇങ്ങനെ കുട്ടികളുടെ പഠനത്തിനും വളർച്ചയ്ക്കും ആവശ്യമായ ഏറ്റവും മികച്ച അന്തരീക്ഷമാണ് സർക്കാർ സ്കൂളുകളിൽ ഒരുങ്ങുന്നത്. ഇത് കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുക മാത്രമല്ല, പൊതുവിദ്യാലയങ്ങളോടുള്ള സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ തന്നെ വലിയ മാറ്റം വരുത്തുന്നു. മെച്ചപ്പെട്ട ജീവിതത്തിന് അത്യന്താപേക്ഷിതമായ 2 ഘടകങ്ങളാണ് ശുദ്ധമായ കുടിവെള്ളവും തടസ്സമില്ലാത്ത വൈദ്യുതിയും. ഈ 2 മേഖലകളിലും കുറ്റ്യാടി മണ്ഡലത്തിൽ സുപ്രധാനമായ പദ്ധതികൾ നടപ്പിലാക്കുകയോ പരിഗണിക്കുകയോ ചെയ്യുന്നുണ്ട്. കുടിവെള്ള വിതരണം മെച്ചപ്പെടുത്തുന്നതിനായി കേരള വാട്ടർ അതോറിറ്റി ഒരു പ്രത്യേക പദ്ധതി കിഫ്ബി ധനസഹായത്തോടെ നടപ്പിലാക്കുന്നു. 38 കോടിയിലധികം രൂപ അടങ്കലുള്ള ഈ പദ്ധതിയിൽ 26 കോടിയിലധികം രൂപയുടെ പ്രവൃത്തികൾ ഇതിനകം പൂർത്തിയായി കഴിഞ്ഞു. ഇത് നിലവിലുള്ള കുടിവെള്ള വിതരണ ശൃംഖലയുടെ നവീകരണമോ പുതിയ പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്നതോ ജലശുദ്ധീകരണ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതോ ആകാം. ഏതായാലും ഈ പദ്ധതി പൂർത്തിയാകുന്നതോടെ മണ്ഡലത്തിലെ കൂടുതൽ കുടുംബങ്ങൾക്ക് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കാൻ സാധിക്കും. ഇത് ജനങ്ങളുടെ ആരോഗ്യത്തിനും ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും വലിയ തോതിൽ സഹായമാകും. വൈദ്യുതി വിതരണം ശക്തിപ്പെടുത്തുന്നതിനും പ്രസരണ നഷ്ടം കുറയ്ക്കുന്നതിനുമായി KSEB ലിമിറ്റഡിൻ്റെ ട്രാൻസ്ഗ്രിഡ് വിഭാഗം നടപ്പിലാക്കുന്ന നോർത്ത് മലബാർ ലൈൻസ് പാക്കേജ് 2 പദ്ധതിയും സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട്. ഈ പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ വടക്കൻ മലബാറിലെ, പ്രത്യേകിച്ച് കുറ്റ്യാടി ഉൾപ്പെടെയുള്ള മേഖലയിലെ വൈദ്യുതി വിതരണം കൂടുതൽ കാര്യക്ഷമവും സുസ്ഥിരവുമാകും. ഭാവിയിലെ വർദ്ധിച്ച ഊർജ്ജ ആവശ്യം നേരിടാൻ ഇത് അനിവാര്യമാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിനൊപ്പം കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സർക്കാർ സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിനും യുവജനങ്ങൾക്ക് തൊഴിൽ നൈപുണ്യം നൽകുന്നതിനും സർക്കാർ ഊന്നൽ നൽകുന്നു. കായിക രംഗത്ത് മേപ്പയ്യൂരിൽ കായിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതി കിറ്റ്കോയുടെ മേൽനോട്ടത്തിൽ നടപ്പിലാക്കുന്നു. പാറളി, പുനലൂർ എന്നിവിടങ്ങളിൽ ഉൾപ്പെടുന്ന ഈ ക്ലസ്റ്റർ പദ്ധതിക്ക് കിഫ്ബി അംഗീകാരം നൽകി. ഇതിൽ 15 കോടിയിലധികം രൂപയുടെ പ്രവൃത്തികൾ ഇതിനകം പൂർത്തിയായിട്ടുണ്ട്. മികച്ച ഗ്രൗണ്ടുകളും പരിശീലന സൗകര്യങ്ങളും ഒരുങ്ങുമ്പോൾ അത് കുറ്റ്യാടിയിലെയും സമീപ പ്രദേശങ്ങളിലെയും കായിക പ്രതിഭകൾക്ക് വലിയ പ്രോത്സാഹനമാകും. സർക്കാർ സേവനങ്ങൾ കാര്യക്ഷമമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായി രജിസ്ട്രേഷൻ വകുപ്പിന് കീഴിൽ നാദാപുരം, തിരുവള്ളൂർ, വല്യാപ്പള്ളി എന്നിവിടങ്ങളിൽ സബ് രജിസ്ട്രാർ ഓഫീസുകൾ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതി പുരോഗമിക്കുന്നു. കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ നിർമ്മിക്കുന്ന ഈ പദ്ധതിക്ക് 9.9 കോടി രൂപയുടെ പ്രവൃത്തികൾ പൂർത്തിയായി.
ഇത് പൊതുജനങ്ങൾക്ക് രജിസ്ട്രേഷൻ സംബന്ധമായ ആവശ്യങ്ങൾക്കായി കൂടുതൽ സൗകര്യപ്രദമായ സേവനം ഉറപ്പാക്കും. യുവജനങ്ങളെ തൊഴിൽ സജ്ജരാക്കുന്നതിനായി കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ നടപ്പിലാക്കുന്ന വർക്ക് നിയർ ഹോം പദ്ധതിയും കുറ്റ്യാടിയിലെ യുവജനങ്ങൾക്കും പ്രയോജനപ്പെടും. പ്രാദേശികമായി നൈപുണ്യ പരിശീലനം നൽകി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. കൂടാതെ സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലും നടപ്പിലാക്കുന്ന 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡ് നിർമ്മാണ പദ്ധതിയുടെ പ്രയോജനവും കുറ്റ്യാടിയിലെ ആരോഗ്യ കേന്ദ്രങ്ങൾക്കും ലഭിക്കും. ഇത് പ്രാദേശിക ആരോഗ്യ സംരക്ഷണ സംവിധാനം ശക്തിപ്പെടുത്തും. മലയോര മേഖലയുടെ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ ആധുനിക കാലത്തിനനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യങ്ങളോടെ മുന്നേറുന്ന ഒരു നാടിൻ്റെ ചിത്രമാണ് നമ്മൾ കണ്ടത്. കുറ്റ്യാടി ടൗണിന് പുത്തനുണർവ് നൽകുന്ന ബൈപ്പാസ്, ഗ്രാമീണ മേഖലകളെ കൂട്ടിയിണക്കുന്ന നവീകരിച്ച റോഡുകൾ, അറിവിൻ്റെ വെളിച്ചം പരത്തുന്ന ആധുനിക സൗകര്യങ്ങളോട് കൂടിയ വിദ്യാലയങ്ങൾ, കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണുന്ന പദ്ധതികൾ, കായിക സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്ന കളിസ്ഥലങ്ങൾ, സർക്കാർ സേവനങ്ങൾ വിരൽ തുമ്പിലെത്തിക്കുന്ന നവീകരിച്ച ഓഫീസുകൾ, യുവജനങ്ങൾക്ക് തൊഴിൽ നൽകുന്ന നൈപുണ്യ വികസന പദ്ധതികൾ, ഇവയെല്ലാം ചേർന്നാണ് കുറ്റ്യാടിയുടെ സമഗ്ര വികസനം സാധ്യമാക്കുന്നത്. ഈ വലിയ മാറ്റങ്ങൾക്ക് പിന്നിൽ സംസ്ഥാന സർക്കാരിൻ്റെയും കിഫ്ബിയുടെയും ദൃഢനിശ്ചയമുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം ഈ മണ്ണിലേക്ക് ഒഴുകിയെത്തുന്നു. നമ്മൾ കണ്ട പദ്ധതികളിൽ പലതും നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലാണ്. വലിയൊരു തുക ഇതിനകം വിനിയോഗിച്ചു കഴിഞ്ഞു. ചിലത് അംഗീകാരം ലഭിച്ചു തുടങ്ങാനിരിക്കുന്നു. ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാകുമ്പോൾ കുറ്റ്യാടി നിയോജക മണ്ഡലം സാമൂഹികമായും സാമ്പത്തികമായും കൂടുതൽ ഉയരത്തിലെത്തും. മെച്ചപ്പെട്ട യാത്രാ സൗകര്യം, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുലഭമായ കുടിവെള്ളം, മികച്ച ആരോഗ്യ കായിക സേവന സൗകര്യങ്ങൾ, വർദ്ധിച്ച തൊഴിലവസരങ്ങൾ എന്നിവയെല്ലാം ഈ നാടിൻ്റെ പുരോഗതിക്ക് ആക്കം കൂട്ടും. വളർച്ചയുടെ ഈ പാതയിലൂടെ കുറ്റ്യാടി ശോഭനമായ ഒരു ഭാവിയിലേക്ക് മുന്നേറുകയാണെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. വികസന വേദിയിൽ വിജയ കേരളം എന്ന പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റ് മണ്ഡലങ്ങളിലെ വികസനങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.